ഹായ് ഫ്രണ്ട്സ്, ലാൽസ് ടെക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്കിന്നൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കാം. ഇത് സ്കൂൾ കുട്ടികൾക്ക് സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്കിംഗ് മോഡലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ട് ബോട്ടിലുകളാണ്. ഇതൊരു 600 ml ഒരു കാല് ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു 200 ml ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ് വരുന്ന തരം പരന്ന ബോട്ടിലാണിത്. ഇനി വേണ്ടത് ഇതുപോലത്തെ ട്യൂബാണ്. ഇത് അക്വേറിയത്തിൽ നമ്മൾ എയറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അക്വേറിയം ഷോപ്പിൽ ഇത് അധികം വിലയിലാണ് നമുക്ക് അവിടുന്ന് വാങ്ങാൻ കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ബോട്ടിലിൻ്റെ ഈ മൂടി എടുത്തിട്ട് അതിൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കമ്പി ചൂടാക്കി പഴുപ്പിച്ചെടുത്ത് ഇതൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഹോളിലേക്ക് ഈ ട്യൂബിൻ്റെ എൻഡ് ഒന്ന് കടത്തി വയ്ക്കാം. ഏകദേശം ഒരു ഇഞ്ചോളം നമുക്കൊന്ന് ഉള്ളിലേക്ക് കടത്തി വയ്ക്കാം. 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റോറം നമുക്ക് എംസിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എംസിയിൽ ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളിലും ഇതേപോലെ തന്നെ നമുക്ക് എംസിയിൽ വെച്ച് കൊടുക്കണം. എംസിൽ നന്നായിട്ടൊന്ന് ആ പൈപ്പിനെ ചുറ്റുപുറമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി മൂടി ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എംസിയിൽ ഈ ജോയിൻറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ലീക്ക് വരാത്ത വിധത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു പൈപ്പ്, ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു പൈപ്പിനെ ഏകദേശം ഒരു 1.5 മീറ്റർ നീളം കണക്കാക്കി ഇതൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് 1.5 മീറ്റർ നീളം കണക്കാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വലിയ ബോട്ടിൻ്റെ മൂടിയിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഈ പൈപ്പ് കിടക്കുന്ന വിധത്തിൽ തന്നെ 2 ഹോളുകൾ കമ്പി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മൂടിയിൽ 2 ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഈ ട്യൂബിൻ്റെ മറ്റേ എൻഡ് എടുക്കുക. ഈ എൻഡിനെ ഈ മൂടിയിൽ ഏതെങ്കിലും ഒരു ഹോളിലേക്ക് കടത്തി വെച്ച് 1 ഇഞ്ചോളം ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് ഇതേപോലത്തെ തന്നെ വേറൊരു ട്യൂബാണ്. അത് ഏകദേശം ഈ ബോട്ടിലിൻ്റെ അത്രയും നീളവും പിന്നെ കുറച്ചും കൂടി നീളം കൂട്ടിയിടുക. ഏകദേശം ഒരു 3-3.5 ഇഞ്ചോളം നീളം കൂട്ടിയിടുക. ഈ ഒരു ട്യൂബിനെ പിന്നെ നമ്മൾ ഈ മൂടിയുടെ രണ്ടാമത്തെ ഹോളിലേക്ക് കടത്തി വയ്ക്കുക. എന്നിട്ട് അതിനെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ബോട്ടിലിൻ്റെ അടിയിലേക്ക് ഇത്രയും അടിത്തട്ടിലേക്ക് മുട്ടുന്ന വിധത്തിൽ അത്രയും നീളത്തിലിടുക. എന്നിട്ട് മേൽഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒരു 3.5 ഇഞ്ചോളം മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ നിർത്തുക. എന്നിട്ട് നമുക്ക് ഈ ജോയിൻറ്റിലൊക്കെ നമുക്ക് എംസിയിൽ ഇട്ട് കൊടുക്കാം. ഉള്ളിലും പുറമേയും എംസിയിൽ ഇട്ട് കൊടുക്കാം. ഈ മൂടിയുടെ ഉൾഭാഗത്തും മുകളിലും എംസിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയൊന്ന് ഇതിലേക്ക് കടത്തിയിട്ട് നോക്കാം. അടുത്തൊരു പണി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഭാഗം ഈ ഒരു പൈപ്പിനെ ഇങ്ങനെയൊന്ന് വളച്ച് നിർത്തണം. ഇതിലൂടെയാണ് നമുക്ക് സാനിറ്റൈസർ കയ്യിലേക്ക് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ വളച്ച് നിർത്താൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തി നിർത്തിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് വളച്ച് നിർത്താം. അതിനെ ഷേപ്പിലാക്കി ഒന്ന് വളച്ച് നിർത്താം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് കയ്യിലേക്ക് സാനിറ്റൈസർ വരാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സാനിറ്റൈസർ നിറയ്ക്കാം. സാനിറ്റൈസർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൂടിയെ നമുക്ക് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ബോട്ടിൽ തിരിക്കുക. ഈ മൂടിയെ പിടിച്ചിട്ട് ബോട്ടിൽ തിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ മുകൾ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുന്ന നീളമുള്ള ട്യൂബ്
താഴത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഈ പരന്ന ബോട്ടിൽ അതുമ്പോൾ നമ്മൾ ചവിട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള എയർ ഈ ട്യൂബ് വഴി പുറത്തേക്ക് വരികയും അങ്ങനെ ഈ എയർ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന പ്രഷർ മൂലം നമ്മൾ നേരത്തെ നിറച്ചു വെച്ചിരിക്കുന്ന സാനിറ്റൈസർ ആ ചെറിയ പൈപ്പ് വഴി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് സാനിറ്റൈസർ കിട്ടുന്നു. നമ്മളിവിടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വരെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ അടിയിലെ പരന്ന ബോട്ടിലിനെ നമ്മളൊരു കവറിങ് ഒക്കെ കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ബൈ.